ഇനി നമ്മൾ കുറച്ച് സിനിമാ മേഖലയിലെ പ്രശ്നം. നമ്മൾ സാധാരണ സിനിമ സ്ക്രീനിലാണ് അടി കാണാറുള്ളത്, പക്ഷേ ഇത്തവണ സ്ക്രീനിന് പുറത്താണ് നിർമ്മാതാക്കൾ തമ്മിലാണ് ഇപ്പോൾ അടി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. സുരേഷ് കുമാറിന്റെ പ്രസ്താവന, അതിന് മറുപടിയായിട്ട് ആന്റണി പെരുമ്പാവൂർ വരുന്നു, ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് താരങ്ങൾ, പൃഥ്വിരാജ് വരുന്നു, ഉണ്ണി മുകുന്ദൻ വരുന്നു, ഒപ്പം തന്നെ അജു വർഗീസ് വരുന്നു. ഏറ്റവും ഒടുവിൽ മോഹൻലാൽ അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. സിനിമയാണ് നമുക്ക് പ്രധാനം എന്ന് മോഹൻലാൽ പറയുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സുരേഷ് കുമാറും മോഹൻലാലും ഒക്കെ ഏറ്റവും അടുത്ത ആളുകളെന്ന് അല്ലെങ്കിൽ പറയുന്ന ആളുകളാണല്ലോ. അവിടെയാണ് സുരേഷ് കുമാറിന്റെ പ്രസ്താവന, ആന്റണി പെരുമ്പാവൂരിനെ മോഹൻലാൽ പിന്തുണയ്ക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സുരേഷ് കുമാറിന്റെ പ്രസ്താവനയെ തള്ളുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഈ പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് സിനിമയാണ് ഏറ്റവും വലുതെന്ന് മോഹൻലാൽ പറയുമ്പോൾ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട പല തർക്കങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇന്നലെ സുരേഷ് കുമാറിനെ പിന്തുണച്ചുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. സുരേഷ് കുമാർ ഇത് ആരോടും ആലോചിക്കാതെയല്ല, ആൻഡ്രോ ജോസഫ് ഇവിടെ ഇല്ലായിരുന്നു, സ്ഥലത്തില്ലായിരുന്നു, അവധിയിലാണ്. അതുകൊണ്ടാണ് സുരേഷ് കുമാർ ഇക്കാര്യം പറഞ്ഞത്. ആൻഡ്രോ ജോസഫ് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്ന് ആന്റണി പെരുമ്പാവൂർ ചോദിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയും രണ്ടു ചേരിയാകുന്നു എന്നതാണ്. ഒരു വിഭാഗം താരങ്ങളോടൊപ്പം മോഹൻലാലിനോടൊക്കെ ഒപ്പം ഉറച്ചു നിൽക്കുമ്പോൾ കുറച്ച് ആളുകൾ സുരേഷ് കുമാറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നതാണ്. ഇന്ന് അവരുടെ ട്രഷററായ ലിസ്റ്റിൻ സ്റ്റീഫൻ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു തോന്നൽ ഇങ്ങനെയാണ്, ലിസ്റ്റിൻ മിക്കവാറും മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂരിനെയും പിന്തുണയ്ക്കാനാണ് സാധ്യത. കാരണം പൃഥ്വിരാജുമൊക്കെ ആയിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലിസ്റ്റിന്റെ ഇന്നത്തെ നിലപാടും വളരെ കൗതുകകരമായിരിക്കും. തിയോഫിനുണ്ട് കൊച്ചിയിൽ, തിയോഫിൻ കൂടി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. നോക്കാം. തിയോഫിൻ, സിനിമാ മേഖലയിലെ തർക്കം, നിർമ്മാതാക്കളുടെ തർക്കം രൂക്ഷമാകുന്നു. ആ സംഘടന രണ്ട് ചേരിയിലാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ലിസ്റ്റിൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ലിസ്റ്റിന് പൃഥ്വിരാജും ഒക്കെ ആയിട്ട് ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ. ഒരു പക്ഷേ സുരേഷ് കുമാറിനെതിരായ നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയാണോ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്? മനു, ലിസ്റ്റിൻ പൊതുവെ വലിയൊരു തർക്കത്തിലേക്ക് പോകാത്ത രീതിയിൽ ഒരു പക്ഷേ ഒരു സമവായത്തിൻ്റെ രീതിയിലുള്ള ഒരു അഭിപ്രായങ്ങൾ ലിസ്റ്റിൻ പ്രകടിപ്പിക്കാനാണ് സാധ്യത. ഇത് വിഷയം രൂക്ഷതയിലേക്ക് പോയത് സുരേഷ് കുമാർ ആദ്യം പ്രകടിപ്പിച്ചൊരു അഭിപ്രായം താരങ്ങളുടെ പ്രതിഫലം വലുതാണെന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു അഭിപ്രായം ആദ്യം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം ഒരു മാധ്യമത്തോടുള്ള അഭിമുഖത്തിൽ പങ്കുവച്ചതാണ് കൂടുതൽ രൂക്ഷതയിലേക്ക് പോകാൻ കാരണം. അതോടുകൂടിയാണ് ആന്റണി പെരുമ്പാവൂർ പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഇതിനെ തുടർന്നാണ് ഒരു വിഭാഗം ആന്റണി പെരുമ്പാവൂരിന് പിന്തുണ നൽകുകയും മറ്റൊരു വിഭാഗം സുരേഷ് കുമാറിൻ്റെ പണിനിരക്കുകയും ചെയ്തു. പക്ഷേ ഔദ്യോഗികമായി സംഘടന സുരേഷ് കുമാറിൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായമാണ്, തങ്ങൾക്ക് പറയാനുള്ളതാണ് സുരേഷ് കുമാർ പറഞ്ഞത് എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു വിഭാഗം നിർമ്മാതാക്കൾ കൂടിയായ താരങ്ങൾ ഉൾപ്പെടെ ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി രംഗത്തെത്തിയതോടുകൂടി രണ്ട് വിഭാഗമായി അല്ലെങ്കിൽ രണ്ടു ചേരിയായി മാറുന്നു എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ രൂക്ഷമായ സ്ഥിതിക്കാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ട്രഷറർ തന്നെ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത്. 11 മണിയോടുകൂടി ലിസ്റ്റിൻ സ്റ്റീഫൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ തർക്ക വിഷയം ഒരു പക്ഷേ കൂടുതൽ തർക്കങ്ങളിലേക്ക് പോകാതെ അവസാനിപ്പിക്കാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമവായത്തിൻ്റെ രീതിയിൽ അത്തരത്തിൽ മാധ്യമങ്ങളോട് വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്താനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. പക്ഷേ നേരത്തെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുരേഷ് കുമാറിൻ്റെ അഭിപ്രായവുമായി ബന്ധപ്പെട്ട് സൂപ്പർ താരങ്ങളെക്കുറിച്ചൊന്നും അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നില്ല. പൊതുവേ നിർമ്മാതാക്കൾ പറഞ്ഞിരുന്ന ഒരു അഭിപ്രായം, പുതിയ താരങ്ങൾ വരുന്നത് 1-2 സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ അതിനുശേഷം കുത്തനെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നു, അതാണ് പിന്നീട് ചിലവ് താങ്ങാൻ കഴിയാതെ പോകുന്നത് എന്നൊരു കാരണം കൂടി പറയുന്നുണ്ട്. കാരണം പലപ്പോഴും ചെറിയ ബഡ്ജറ്റിലുള്ള സിനിമകൾ, ചില സിനിമകൾ മാത്രമാണ് വലിയ ഹിറ്റുകളായി മാറുന്നത്. അല്ലാത്ത വലിയ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഒരു പക്ഷേ നിർമ്മാണ ചെലവും തമ്മിലുള്ള അന്തരം കുറയുമ്പോൾ അവരുടെ ബഡ്ജറ്റിന് താങ്ങാൻ കഴിയുന്ന രീതിയിൽ സിനിമ എടുക്കണമെങ്കിൽ അവർ തന്നെ തീരുമാനിക്കണം. വലിയ ശമ്പളം ചോദിക്കുന്നവരെ, അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരെ ഒഴിവാക്കി മറ്റുള്ളവരെ വെച്ച് പടമെടുക്കുക, അതേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്നുകൊണ്ട് ഒരു കൃത്യമായ ബഡ്ജറ്റ് നിശ്ചയിച്ച് അവരുടെ ശമ്പളം ഇത്രയും നിജപ്പെടുത്തണം എന്ന തീരുമാനത്തിലേക്കൊക്കെ പോകണം. അതൊന്നും പ്രായോഗികമാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് സ്വാഭാവികമായും താരങ്ങൾ അവരുടെ പ്രതിഫലം കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നിർമ്മാതാക്കൾ അതിന് പോകാതിരിക്കുക എന്നത് മാത്രമേ അതിനോടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളൂ.